ഓം ശാന്തി. അവനവൻ്റെ ജീവിതത്തിൽ ആവശ്യത്തിനുള്ളതായിരിക്കുന്ന ധനം ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഫാക്ടറാണ്. പലപ്പോഴും പലരും ശ്രമിച്ചിട്ടും എത്ര പരിശ്രമിച്ചിട്ടും വേണ്ട ധനം തൻ്റെ കയ്യിൽ വരാത്തവരാണ് ഒരുപാട് ആളുകൾ. ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഒരു കമൻറ്റ് ഞാൻ ഓർത്തു പോവുകയാണ്. ലോകത്ത് ഇന്ന് എത്ര പൈസ മുന്നിൽ കിടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ അപ്പുറം തൻ്റെ ജീവൻ കിട്ടാൻ വേണ്ടി, സമാധാനം കിട്ടാൻ വേണ്ടി ഓടുന്ന സമയമാണ്. സിസ്റ്റർ ധനത്തിനെ കുറിച്ചാണോ പറയുന്നത് എന്ന് ഒരാൾ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിരുന്നു. ഞാൻ ഇന്ന് ആ ഭായിനോട് ഉത്തരം പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് അങ്ങനെ കോടികൾ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും കൂടാതെ ഒരു നേരത്തെ അരി വാങ്ങാൻ വേണ്ടി കുറച്ച് പൈസ കിട്ടാനില്ലാത്ത എത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ജനങ്ങൾക്ക് മരുന്നിനും ആഹാരത്തിനും വേണ്ടി ഇന്ന് കഷ്ടപ്പെടുന്ന സമയമാണ്. ജീവിതത്തിൽ ആവശ്യം എസെൻഷ്യലായിരിക്കുന്ന സാധനങ്ങൾക്ക് പോലും ധനം കിട്ടാതെ മനുഷ്യന്മാർ കഷ്ടപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് ധനം ഒരു അനാവശ്യമല്ല. ധനം കൊണ്ട് അഹങ്കാരിയായിട്ട് ആർഭാടമായി സ്വയം മറന്ന് ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷെ അവനവന് ആവശ്യത്തിനുള്ള ധനമെങ്കിലും നമ്മുടെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മുടെ അടുത്തേക്ക് ആയിത്തീരുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവനവന് അരി വാങ്ങിക്കാൻ വേണ്ടി, അവനവന് മരുന്ന് വാങ്ങാൻ വേണ്ടി, വസ്ത്രം വാങ്ങാൻ വേണ്ടി, കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി, കടക്കണിയിൽ നിന്നൊന്ന് മുക്തമായി രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ട് ഒരു വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലൊന്ന് ഇരുന്ന് ഒരു രാത്രി അന്തി ഉറങ്ങിയിട്ട് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി, ജീവിതത്തിൽ സമാധാനമായിട്ടൊരു വരുമാനം ഉണ്ടായിട്ട് എൻ്റെ ഫാമിലിക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നതും. എന്തൊരു കാര്യത്തിനും ധനം ആവശ്യമാണ്. ധനം മായയല്ല, പക്ഷെ മായ ധനത്തിൻ്റെ രൂപത്തിൽ നമ്മളെ കുടുക്കിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ മായ വന്നാൽ എനിക്ക് എല്ലാം മായയാണ്. ധനമില്ലെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മോശം ചിന്ത വന്നു കഴിഞ്ഞാൽ മോശമാവാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. മനസ്സിൻ്റെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തയാണെങ്കിൽ ലക്ഷ്മി നാരായണന്മാർ ലക്ഷ്മി ധനത്തിൻ്റെ ദേവി എന്നാണ് പറയുന്നത്, അല്ലാതെ ധനം മായയല്ല. പക്ഷേ ധനത്തിനെ മായയാക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ലോഭമാണ്. അതുകൊണ്ട് ലോഭമുള്ളിടത്ത് ഒരിക്കലും ധനം വരാറില്ല. പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ഉള്ളിടത്താണ് ധനം ഒഴുകി വരിക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാട് തീരാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നിന്ന് ബോംബെയിലേക്ക് ഒരു ജോലി ആവശ്യത്തിന് വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. ചെന്ന സമയത്ത് താമസിക്കാൻ വേണ്ടി അവർക്ക് സൗകര്യം പെട്ടെന്നൊരുങ്ങി കിട്ടിയില്ല. അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ, ആ പോയ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കൂട്ടുകാരൻ അവരുടെ മറ്റു 3 ഫ്രണ്ട്സും ഒന്നിച്ചൊരു വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായി. ആ വീട്ടിൽ ഒരാൾക്കും കൂടി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഇവൻ പോയി ചോദിച്ച സമയത്ത് ആയിക്കോട്ടെ, അവനും കൂടി താമസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും പങ്കിട്ടെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ താമസിക്കാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ആളും അവിടെ പോയിട്ട് അവരുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. പക്ഷേ ഇവൻ്റെ കൂട്ടുകാരനായിട്ട് അവന് സപ്പോർട്ട് കൊടുത്ത ആൾ കുറച്ച് ഏജുള്ള ആളായിരുന്നു. ഒരു 50-55 വയസ്സോളൊക്കെ അയാൾക്ക് ആവാനായിട്ടുണ്ടായി. അപ്പോൾ ആ സീനിയോറിറ്റിയുടെ ആധാരത്തിൽ അവിടെ അവർ തമ്മിലൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരാൾ ഇന്ന ജോലി ചെയ്യും, ഒരാൾ ഇന്ന ജോലി ചെയ്യും. വീട്ടിലുള്ളതായിരിക്കുന്ന കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും അതല്ല മറ്റുള്ള ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ചെലവുകളാണെങ്കിലും എല്ലാം 4ആയിട്ട് പങ്കുവെച്ച് അതിലൊരു പങ്ക് പറ്റണം എന്നതാണ് 4 പേര് തമ്മിലുള്ള കണ്ടീഷനായിരുന്നത്. പക്ഷേ ഇവനെ ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി സഹായിച്ച അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഏജുള്ള ആൾ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റീനെ മുതലെടുത്തുകൊണ്ട് ജോലി ചെയ്യാറില്ല, കുക്ക് ചെയ്യാൻ വേണ്ടി കൂടാറില്ല, ക്ലീനിങ്ങിന് വേണ്ടി കൂടാറില്ല, ഫോൺ വൈഫൈ യൂസ് ചെയ്ത് സമയം ചെലവഴിക്കും. അവിടെ റെൻറ്റിൻ്റെ എമൗണ്ടിലേക്ക് അയാളുടെ പൈസ കൊടുക്കുന്നത് കൂടാതെ ബാക്കി ഒരു പണിയിലും അയാൾ ചെയ്യില്ല. എന്നാൽ എല്ലാത്തിലും നമ്പർ 1 ആയിട്ട് എടുക്കാനായിട്ട് അയാൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. ഈ കാര്യം പങ്കുവെച്ചപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്, പലപ്പോഴും എൻ്റെ മനസ്സിലും തോന്നിപ്പോയിട്ടുണ്ട്, ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ഷെയറിങ്ങിന് താമസിക്കാൻ എനിക്ക് ആശ്രയം തന്ന ആളാണ്, എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല. പക്ഷേ ഇത് ഇയാൾ ചെയ്യുന്നത് ശരിയല്ല, അത് യോഗ്യതയല്ല എന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അയാളുടെ ആ നെഗറ്റീവ് ക്യാരക്ടർ ആ 4 പേര് പങ്കുവെച്ച് താമസിക്കുന്ന ആ വീടിൻ്റെ ഉള്ളിൽ പലപ്പോഴും ഒരു നെഗറ്റീവ് ഫീലിംഗ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. മറ്റുള്ളവരുടെ മനസ്സിൽ മൂഡ് ഓഫ് വരും, ദേഷ്യം വരും, ഇറിറ്റേഷൻ വരും. അയാൾക്ക് ചെയ്യാൻ ഏൽപ്പിച്ച പണി അയാൾ ചെയ്യില്ല, ആരെങ്കിലും ഒരാൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. ഉള്ളിൽ മുറുമുറുപ്പുണ്ടെങ്കിലും അവർക്കെല്ലാം തന്നെ ആ പരിസരത്തുള്ളതായിട്ടുള്ള ആളുമായിട്ട് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. അതൊക്കെ കുറച്ച് കൂടുതലുണ്ടായതും വീട് കണ്ടെത്താനായിട്ടുള്ള ആ ഒരു സെർച്ചിങ് ഒക്കെ ചെയ്ത് ഈ സീനിയർ ആയിട്ടുള്ള ആളാണെന്നുള്ള ഒരു മുതലെടുപ്പ് കൊണ്ട് അയാൾ ഒരു കാര്യം ചെയ്യാതെ സുഖമായിട്ട് ജീവിച്ചു.
ചിന്തിച്ചു. പലപ്പോഴും ഈ മൂന്നാളും ഒത്തുചേരുന്നതിൽ ആരുടെയെങ്കിലുമൊക്കെ മുഖത്തുനിന്ന് ഇയാൾ ഇവിടെ ഇല്ലാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് പലപ്പോഴും വരാറുണ്ട് അത്രേ. പലപ്പോഴും ഇയാൾക്ക് മനസ്സ് തോന്നിയിട്ടുണ്ട് ഇങ്ങനൊരു കൂട്ടത്തിൽ ഇയാൾ താമസിക്കാൻ യോഗ്യനല്ല എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് എൻ്റെ കൂട്ടുകാരൻ പറയാണ്. അങ്ങനെ ഒരു 2-3 മാസങ്ങൾ കഴിഞ്ഞു പോയി. പെട്ടെന്ന് ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കൊരു പനി വന്നു പോയി. പനി വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് അയാൾക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള പനിയാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ഒരാൾ അയാളെ നോക്കാൻ വേണ്ടി അവിടെ വീട്ടിൽ നിന്നേ പറ്റൂ. ഒറ്റയ്ക്ക് ഒരാൾക്ക് പോയി കിടക്കാൻ പറ്റാത്ത അത്രയും സീരിയസ് ആണ് അയാളുടെ പനി എന്ന് കണ്ടു. അപ്പോൾ പനി വന്ന സമയത്ത് ഈ 3 പേർക്കും ജോലിയിൽ ലീവ് കിട്ടില്ല, നോക്കാൻ പറ്റില്ല. പരസ്പരം അങ്ങനെയുള്ളതായിരിക്കുന്ന റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ബോണ്ടേജ് ഒന്നും തമ്മിലില്ല ആർക്കും. അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ഇയാളെ അയാളെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം. വീട്ടിലാണെങ്കിൽ അയാളെ നോക്കാനായിട്ടുള്ള ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. അങ്ങനെ അവർ എമർജൻസിയിൽ ഒരു ടിക്കറ്റൊക്കെ കണ്ടെത്തി അയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അയാളെ നാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം മടി, തൻ്റെ കയ്യിൽ നിന്ന് പൈസ ചെലവഴിക്കാതിരിക്കാനതായിട്ടുള്ള യുക്തികൾ, ഇതെല്ലാം അയാൾ നോക്കുമായിരുന്നു. അങ്ങനെ ആ 3 പേരുടെ മനസ്സിനുള്ളിൽ നിന്നും ഇയാൾ ഈ വീട്ടിൽ വേണ്ട, ഇയാൾ ഈ വീട്ടിൽ വേണ്ട, ഇയാൾ ഈ വീട്ടിൽ വേണ്ട എന്ന് ഒന്നല്ല പല തവണ തോട്ട്സ് വന്നു. അവരറിയാതെ അവർ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുകയായിരുന്നു. ഇയാൾ ഇവിടെ വേണ്ട എന്നുള്ളതായിരിക്കുന്ന അവരുടെ നിരന്തരമായിട്ടുള്ള സങ്കല്പം അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇയാൾക്ക് ഉണ്ടാക്കുകയും അയാൾ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ടും വന്നു. അയാളുടെ കർമ്മം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ അയാളെ അയാളുടെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ കർമ്മം കൊണ്ടുണ്ടാക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജവും നമ്മൾ ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിയും സ്വാഭാവികമായിട്ട് അതുപോലുള്ള കാര്യത്തിന് നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന സങ്കല്പം, അത് എൻ്റെ കയ്യിൽ ഇല്ലായ്മ വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ, ആ ഇല്ലായ്മയുടെ സങ്കടം പറഞ്ഞ് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സങ്കടം തന്നെ നമ്മുടേക്ക് വരും. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കുറേ തെറ്റുപറ്റി, ഞാൻ എന്നും ആ തെറ്റ് ഓർത്തുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നത് ആ തെറ്റാണ് എങ്കിൽ നിരന്തരമായിട്ട് തെറ്റ് ഓർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലുള്ളതായിരിക്കുന്ന തെറ്റുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ആവർത്തിക്കുകയും അത്തരം കുരുക്കുകളിൽ നമ്മൾ പോയി കുരുങ്ങുകയും ഒരിക്കലും ഒന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് ധനം നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ആകർഷിക്കപ്പെട്ട് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആവശ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഇല്ലായ്മയുടെ വിചാരത്തിനെ അങ്ങ് എടുത്ത് കളഞ്ഞേക്കണം. രണ്ടാമത്, നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, എനിക്കൊരു കാറ് വേണം എന്ന് മോഹമെന്ന് വിചാരിച്ചോളൂ. എനിക്ക് ആ കാറ് വേണമെന്ന് മോഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് അതുപോലൊരു കാർ ഉണ്ടെങ്കിൽ ഒരു ദിവസം ആ ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് ആ കാറൊന്ന് ഓടിച്ചു നോക്കുക. അതിൽ ആ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്, ആ എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെയുണ്ട്, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഫീലിംഗ് മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച് ആ എക്സ്പീരിയൻസോട് കൂടിയിട്ട് നമ്മൾ അങ്ങനെ കാർ ഓടിക്കുന്ന ഫീലിംഗ് വീണ്ടും വീണ്ടും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ധനത്തിൻ്റെ കുറവുണ്ടാവുമ്പോൾ, വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, എനിക്ക് സ്വന്തം ഒരു വീട് വേണമെന്നാണ് ആഗ്രഹം. അപ്പം ഞാൻ ഈശ്വരൻ്റെ അടുത്ത് പറയുകയാണ്, ഭഗവാനെ എനിക്ക് ആവശ്യമുള്ള അത്ര ധനം തരണേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഇത്ര ബോധം ഒരു കല്ല് പൊട്ടിക്കണമെങ്കിൽ എൻ്റെ കൈ കൊണ്ട് ഞാൻ വെട്ടിയാൽ ആ കല്ല് പൊട്ടിക്കൊള്ളുന്നില്ല. ആ സമയം ഒരു ചുറ്റി ഉപയോഗിച്ച് കൊട്ടുകയാണെങ്കിൽ ആ കല്ല് പൊട്ടി തകർന്നു പോകും. അതേപോലെ തന്നെ ധനം എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ധനം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ക്ലാരിറ്റി വേണം. ഒരു വീട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം ആ വീട്ടിൽ എത്ര മുറി വേണം, എന്തായിരിക്കണം അതിൻ്റെ പ്ലാനിങ്, അവിടെ എന്തൊക്കെ ആക്ടിവിറ്റി നടക്കുന്നുണ്ടായിരിക്കണം, എവിടെ നമ്മുടെ റൂം ആയിരിക്കണം, എവിടെയായിരിക്കണം കിച്ചണിൽ എന്തൊക്കെ ആക്ടിവിറ്റി നടക്കും, എല്ലാത്തിനെ കുറിച്ചും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആദ്യം ഒരു ക്ലിയർ പിക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ക്ലിയർ പിക്ചർ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇന്നത്തെ മോഡേൺ വേൾഡ് കുറേയും കൂടെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതിനനുസരിച്ച രീതിയിൽ അതിന് നമ്മളൊരു ചിത്രം, നമ്മുടെ മനസ്സിലെ പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഈവൻ സ്ഥലം പോലും നിങ്ങൾക്കായിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളതായിട്ടൊരു നോർമലായിട്ട് എനിക്ക് എൻ്റെ ലെവലിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് വേണം, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീടിനെ പ്ലാൻ കൊടുക്കുക, അതിനെ വരയ്ക്കുക, ഒരു വീടാക്കിക്കൊണ്ട് അതിനെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ വീടിൻ്റെ ചിത്രം നിങ്ങളുടെ മുന്നിൽ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് ആ വീടിൻ്റെ ചിത്രത്തെ പലതവണ കാണുക. ആ വീട്ടിലെ ബെഡ്റൂമിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് എത്ര രസകരമായിരിക്കും, അത് എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്ത് പഠിച്ചു നോക്കുക. ആ വീട്ടിലെ ഡൈനിങ് ഹാളിൽ നമ്മളെല്ലാവരും ഒത്തിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അവിടെ എത്രമാത്രം
എത്രമാത്രം ഹാപ്പിനെസ് നമ്മൾ എൻജോയ് ചെയ്യും ആ കാര്യത്തിനെ നമ്മൾ ഫീൽ ചെയ്ത് നോക്കുക. അവിടുത്തെ ഗാർഡനിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അത് എത്ര രസമായിരിക്കും. ഇങ്ങനെ ആ വീടിൻ്റെ ഓരോ ഭാഗത്തിനും നിങ്ങൾ എങ്ങനെയാണ് ആസ്വദിക്കാൻ പോകുന്നത്, അവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരിക്കും, ആ രീതിയിൽ നിങ്ങൾ ഫീൽ ചെയ്യണം. അപ്പോഴാണ് ആ വീടിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ അടുത്തേക്ക് ആവുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടൂൾ വന്നിരിക്കുന്ന ഒരു വീട് അല്ലെങ്കിൽ ഒരു കാറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ കാണുന്നതായിരിക്കുന്ന ഡ്രീം, ആ ടൂൾ നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞു. ഒരു ടൂൾ വന്നു കഴിയുമ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് കട്ട പൊട്ടിക്കാൻ പറ്റും, ചുറ്റിക ഉപയോഗിച്ചെന്ന് പറഞ്ഞ പോലെ ആ കാര്യത്തിന് വേണ്ടതായിരിക്കുന്ന ധനം നിങ്ങൾക്ക് തന്നെത്താൻ വന്നു ചേരാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് ആ ഫീല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫീലിങ്ങിൽ നിന്നാണ് വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഫീലിംഗ് നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും ഉപബോധ മനസ്സിൽ നിന്ന് അത് വൈബ്രേഷനായിട്ട് പുറത്തു വരുമ്പോൾ 4 ഭാഗത്തുനിന്നും അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുങ്ങി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് നമുക്ക് വേണ്ടത് ആ കാര്യത്തെ കാണുക. രണ്ടാമത്തെ കാര്യം, അതിന് എഗെയിൻസ്റ്റ് ആയിക്കൊണ്ട് എനിക്ക് വേണ്ടത് നല്ലൊരു കാര്യമാണെങ്കിൽ എൻ്റെ മടി, എൻ്റെ ആലസ്യം, എൻ്റെ അശ്രദ്ധ, ഇങ്ങനെ വേണ്ടാത്തതായിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ചെലവ് ചെയ്യൽ, ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കട്ട് ചെയ്യണം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് എൻ്റെ നല്ല ഗുണങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒപ്പം ഞാൻ നേടിയെടുക്കുന്ന ഡ്രീമിനെ കുറിച്ച് ഫീൽ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം. ഇങ്ങനെ എത്ര നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ അത്രയും വേഗം നിങ്ങളുടെ കയ്യിലേക്ക് ആ ഡ്രീം വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഡ്രീം അഥവാ ധനമാവട്ടെ എന്തുമാവട്ടെ നമ്മുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ ഫീലിംഗ് ആണ് നമ്മളിലേക്ക് ആ സാധനത്തെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധനം നിങ്ങളുടെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ, കടം വീടിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായി ജീവിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ആ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് നല്ല കാര്യങ്ങൾ, ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരിക്കലും നമ്മൾ ഡ്രീം കാണരുത്. അത് പൂർത്തീകരിച്ച് തരാൻ ഈ പ്രപഞ്ചം അഥവാ ഈശ്വരന് കുറേ കൂടെ സമയമെടുക്കും. കാരണം നിങ്ങളുടെ മാത്രം സ്വന്തമാണ്. അതേസമയം നിങ്ങൾ കാണുന്നതായിരിക്കുന്ന നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ നല്ല ദിവസത്തിൻ്റെ ഒപ്പം ഒരുപാട് പേർക്ക് നല്ല ദിനങ്ങൾ പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രീമാണ് നിങ്ങളെ കാണുന്നത്. ഈവൻ നമ്മൾ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കുകയാണെങ്കിലും ഞാൻ സ്വസ്ഥമായിട്ട് എൻ്റെ ഫാമിലിക്കൊപ്പം ജീവിക്കും. ഇൻ ദ സെയിം ടൈം എൻ്റെ ഹാപ്പിനെസ് നിറഞ്ഞതായിരിക്കുന്ന ലൈഫിലെ കുറച്ച് സമയം, കുറച്ച് ധനം, കുറച്ച് എൻ്റെ ശരീരത്തിനുള്ളതായിട്ടുള്ള പ്രവർത്തനം ഈ സമൂഹത്തിന് വേണ്ടി ഇന്ന രീതിയിലൊക്കെ ചെയ്യണം എന്നുകൂടി നിങ്ങൾ പ്ലാൻ ചെയ്യൂ. എങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങളുടെ ഡ്രീം അഥവാ ധനം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ആ ഡ്രീമിന് വേണ്ടതായിരിക്കുന്ന ധനം എന്ന് നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോലും അതിന് വേണ്ടതായിരിക്കുന്ന ഉപാധികളുടെ കൂട്ടത്തിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കും. അതുകൊണ്ട് ആ ടൂൾ എന്താണോ അതിനെ ക്ലിയർ ആക്കൂ, ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യൂ. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ അടുത്ത് വന്നു ചേരും. ഈ കഷ്ടകാലത്തിനൊക്കെ മാറിക്കൊണ്ട് സന്തോഷം നിറഞ്ഞൊരു ജീവിതം നിങ്ങൾക്ക് നേടാൻ പറ്റും. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഫീലിംഗ്, ആ ഒരു പോസിറ്റിവിറ്റി അത് വൈബ്രേറ്റ് ചെയ്യട്ടെ. ജീവിതത്തിൽ സദാ പോസിറ്റീവ് വൈബ്രേഷൻസ് അത് ആകർഷിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ. എന്നും ഹാപ്പിനെസ് നിങ്ങളുടെ സ്വന്തമാവട്ടെ. ഓം ശാന്തി.